everyone, welcome back to Xylem Learning. It's me, your JD. Definitely ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ പുതിയൊരു ആക്ടിവിറ്റി ആണ്. കണ്ടോളൂ. ഫ്രെയിം ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. ചിലപ്പോൾ എന്താക്കും, നിങ്ങൾ എക്സാമിനൊക്കെ ഒരു പിക്ചർ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് ഇത് ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിക്കോളൂ. ആൻസർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു പിക്ചർ ഏതാണെന്ന് നോക്കാം. ഇതുപോലെ നിങ്ങളുടെ പാഠത്തിലെ നിങ്ങളുടെ ചാപ്റ്ററിലെ ഏതെങ്കിലും ഒരു പോർഷൻസ് തന്നിട്ട് ഫ്രെയിം ക്വസ്റ്റ്യൻ എന്നുള്ളൊരു ഒരു ആക്ടിവിറ്റി നിങ്ങൾ തരാറുണ്ട്. ഓക്കെ, കണ്ടോളൂ. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചാണ് ഫ്രെയിം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട്. അപ്പു ആൻഡ് ഗ്രാൻഡ് ഫാദർ ആർ ഇൻ എ ഗാർഡൻ. ഓക്കെ, അപ്പുവും ഗ്രാൻഡ് ഫാദറും ഗാർഡനിലാണ്. അപ്പു ഷുക്ക് ദ സാൻഡൽവുഡ് ട്രീ വിത്ത് ഓൾ ഹിസ് ട്രങ്ക്സ്. അപ്പു ഉണ്ടല്ലോ, ഷുക്ക് ദ സാൻഡൽവുഡ്. ഓക്കെ, സാൻഡൽവുഡ് സാൻഡൽവുഡ് ട്രീ എന്താക്കി, ഇവിടെ അപ്പു എന്നുള്ളത് അവരുടെ പേര് മാറിപ്പോയി. ഈ ഒരു സിറ്റുവേഷൻ ഏത് ചാപ്റ്ററിലുള്ളതാണ്? കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാണ്. രാജയാണ് ആക്ച്വലി ഇത്, അല്ലേ? ഓക്കെ, നമുക്കറിയാം ആ ഒരു ചാപ്റ്ററിന്റെ പേരൊക്കെ, അങ്കിളൊക്കെ ഉള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, രാജയും ഗ്രാൻഡ് ഫാദറും ഗാർഡനിലായിരുന്നു. രാജ, ഓക്കെ, ഇവിടെയൊക്കെ മിസ്റ്റേക്ക് ചെറുതായിരുന്നു. ഓക്കെ, രാജ ഷുക്ക് ദ സാൻഡൽവുഡ് ട്രീ. എന്ത് ട്രീ ആണ്? സാൻഡൽവുഡ് ട്രീ ആട്ടോ, മറന്നു പോകണ്ട. ഓക്കെ, സാൻഡൽവുഡ് ട്രീ വിത്ത് ഓൾ ഹിസ് സ്ട്രെങ്ത്. അവന്റെ മാക്സിമം പവർ യൂസ് ചെയ്ത് സാൻഡൽവുഡ് ട്രീ എന്താക്കി ഇങ്ങനെ കുലുക്കി. ആൻഡ് പ്രിപ്പയർ ദ 5 ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ പിക്ചർ. ഈ ഒരു പിക്ചർ വെച്ചിട്ട് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. 1 2 3 4 5 സെറ്റ് ആക്കണം ഗൈസ്. ഓക്കെ, ഒരു എക്സാമ്പിൾ, ഒരു ആൻസർ ഞാൻ പറയാം. ചിലപ്പോൾ ഈ വരുന്ന എക്സാമിന് ചിലപ്പോൾ ഇത് തന്നെ ചോദിച്ചോളണം എന്നില്ല, പക്ഷേ ഇത് ചോദിച്ചേക്കാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു ഐഡിയ വേണ്ടേ? ഓക്കെ, അതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങൾ എന്താക്കുക, ഈ ഒരു ഐഡിയ ഇല്ലാത്ത കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ക്ലാസ്സിൽ ചിലർക്കൊന്നും അറിയണ്ടാവില്ല. അതുകൊണ്ട് ക്ലാസ്സിലെ ഗ്രൂപ്പിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, കണ്ടോളൂ, ഒരു സാമ്പിൾ ആൻസർ, അതായത് ഇതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചോദിക്കാം, വാട്ട് ഈസ് രാജ ഡൂയിങ്? ഇവിടെ അപ്പുന്ന് പേര് മാറിപ്പോയാണ്, ഇപ്പോൾ രാജയാണല്ലോ. ഓക്കെ, വാട്ട് ഈസ് രാജ ഡൂയിങ്? രാജ എന്താണ് ചെയ്യുന്നത്? ഇതിന്റെ ആൻസർ ഏതാണോ? വേണ്ട, ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് എന്ത് നമുക്ക് ചോദിക്കാം, വാട്ട് ഈസ് രാജ ഡൂയിങ്? രാജ എന്താണ് ചെയ്യുന്നത്? ഓക്കെ, നെക്സ്റ്റ് എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി നോക്കട്ടോ. ഞാൻ ആൻസർ പറഞ്ഞതിന് മുമ്പ് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, ദാറ്റ്സ് പ്രാക്ടീസ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തത്, വാട്ട് ഈസ് ഗ്രാൻഡ് ഫാദർ ഡൂയിങ്? എന്താണ് ഗ്രാൻഡ് ഫാദർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താ വെച്ചാൽ, നെയിം ദി ട്രീ ഇൻ ദ പിക്ചർ. ഈ ഒരു പിക്ചറിലുള്ള ട്രീ ഏതാണ്? ഓക്കെ, ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സാൻഡൽവുഡ് ട്രീ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇസ് ടേക്കിംഗ് ദ ട്രീ? ആരാണ് മരം പിടിച്ച് കുലുക്കുന്നത്? നമ്മുടെ സാൻഡൽവുഡ് ട്രീയിലെ അത് പിടിച്ച് ആരാണ് കുലുക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ആർ രാജ ആൻഡ് ഗ്രാൻഡ് ഫാദർ? എവിടെയാണ് അവരുള്ളത്? ആക്ച്വലി ഇതിന് ആൻസർ നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ ആൻസർ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, whatever. അതുകൊണ്ട് തന്നെ 1 2 3 4 5 5 ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ടാസ്ക്. ഇതുപോലെ ഏതെങ്കിലും ചാപ്റ്ററിലുള്ള ഏതെങ്കിലും പിക്ചർ വെച്ചിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറയും. അപ്പോൾ ഫ്രെയിം ക്വസ്റ്റ്യൻ കണ്ടിട്ട് പേടിക്കേണ്ട, ഇതാണ് സംഭവം, സിമ്പിൾ ആണ്. നിങ്ങൾ എന്താക്കുക, അടിപൊളിയായിട്ട് സെറ്റാക്കി ചെയ്ത് നോക്കാം. ഓക്കെ, സെറ്റാണല്ലോ? ഞാൻ പറഞ്ഞതുപോലെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഇതുപോലത്തെ ധാരാളം വീഡിയോസ് ഇനി വരും. ലൈവ് സെഷനുകൾ ഉണ്ടാകും. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. അതുപോലെ തന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഡെഫിനറ്റ്ലി കമന്റ് ബോക്സിൽ വയ്ക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.